അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്റ്റിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു 75 കോമ്പോസിറ്റ് നമ്പറുകളെ കുറിച്ചാണ്. പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഐഡിയകളുണ്ട്, 2-4 തരം ഐഡിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ എല്ലാ ഐഡിയയും പറഞ്ഞു തരാൻ ചിലപ്പോൾ പറ്റുന്നില്ല, എങ്കിലും പരമാവധി ശ്രമിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടുകയാണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോണത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 100 വരെ ഉള്ളതിൽ എന്താ പറയുക പ്രൈം നമ്പറുകൾ. ഓക്കെ, അതിൽ 25 പ്രൈം നമ്പർ ഉണ്ട്. അപ്പോൾ ആ 25 പ്രൈം നമ്പർ നമ്മളാദ്യം ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കണം. 25 പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരുണ്ടാവും, എങ്കിലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ആകെ 25 പ്രൈം നമ്പർ ഇത് മാത്രമേ ഉള്ളൂ. 2, 3, 5, 7, 11 ഇങ്ങനെ ഈ കാണുന്ന ചുവന്ന മഷിയിൽ കാണുന്നതാണ് 25 പ്രൈം നമ്പർ. ഈ 25 പ്രൈം നമ്പറുകളിൽ വരുന്ന നമ്പറുകൾ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ഞാൻ പറഞ്ഞു പോകാം. കാരണം ഇത് മാത്രമല്ല, ഇതിന് മുകളിലത്തെ നമ്പറും അതുപോലെ പല നമ്പറേക്ക് പറയാനുണ്ട്, പല ഐഡിയകളും പറയാനുണ്ട്. അപ്പോൾ വേഗം പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ 25 പ്രൈം നമ്പറുകളിൽ മിക്കപ്പോഴും വരുന്ന നമ്പറുകൾ എന്ന് പറയുന്നത് 0, 1, 0, 7, 17 ആയിരിക്കും. മനസ്സിലായില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ലേ 13, 0, 7 അങ്ങനത്തെ ഒരു നമ്പർ കണ്ടില്ലേ? 13, 0, 7 അത് 13 ഒരു പ്രൈം നമ്പറാണ്. അതിൻ്റെ കൂടെ മിക്കപ്പോഴും ഒരു 0, 7 അല്ലെങ്കിൽ 0, 1 അല്ലെങ്കിൽ 17 വരിക. അത് ഈ കാണുന്ന 25 പ്രൈം നമ്പറുകളിലും നിങ്ങൾ എന്താ പറയുക ടെസ്റ്റ് ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വരുള്ളൂ മിക്കപ്പോഴും. ഓക്കെ, അതുമാത്രമല്ല, ഇതെന്തിനാണ് ഞാനങ്ങനെ 17 എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഈ പ്രൈം നമ്പറുകൾക്കൊന്നും ഘടകങ്ങളുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ഘടകങ്ങളില്ലാത്ത നമ്പറാണ് പ്രൈം നമ്പറുകൾ. പക്ഷെ അതേസമയം ബാക്കി 75 നമ്പർ ഉണ്ടല്ലോ, ഈ കാണുന്ന 75 നമ്പറാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. 4 മുതൽ 4, 6, 8, 9 ഇങ്ങനെ 100 വരെ ബാക്കി 75 കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഈ കോമ്പോസിറ്റ് നമ്പറുകളിലൊക്കെ ഓരോ ഘടകങ്ങളുള്ളതുകൊണ്ടാണ് എന്താ പറയുക അതിന് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഘടകങ്ങളില്ലാത്ത നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും എടുത്തോ, 59, 0. ഈ 59 ഒരു പ്രൈം നമ്പറാണ്. ഇതിന് ഘടകങ്ങളൊന്നുമില്ല. പക്ഷേ ഈ നമ്പറിനെ ഉൾക്കൊള്ളിച്ചിട്ട് ഘടകങ്ങൾ ഉള്ളതുപോലെ ആക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് ചെയ്താണിത്. 59, 0 ആകുമ്പോൾ ലാസ്റ്റ് 00 ആണല്ലോ വന്നത്. അപ്പോൾ ലാസ്റ്റ് 00 അല്ലെങ്കിൽ 0, 2, 4, 6, 8, 5 വരുന്ന ഏത് നമ്പറും പ്രൈം നമ്പർ ആയിരിക്കില്ല. അപ്പോൾ ഇതൊരു കോമ്പോസിറ്റ് നമ്പറായി മാറി. പക്ഷേ ഇതിലാകുള്ളത് വേറെ നമ്പറുകളൊന്നും ഇല്ലല്ലോ. 59 പക്ഷേ 2 0 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതുപോലെ ഞാൻ 59, 00, 61, 00, 67, 00, 97, 00 അങ്ങനെ ഈ കാണുന്ന 2 അക്ക നമ്പറുകളിലൊക്കെ 00 അടിച്ച് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിലൊക്കെ നമുക്ക് കിട്ടിയ ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് 17 ആണ്. കാരണം ഈ പ്രൈം നമ്പർ 2 അക്ക പ്രൈം നമ്പറുകളിലൊക്കെ 2 0 വന്നു കഴിഞ്ഞാൽ അടിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെത്ര ഘടകം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഘടകം മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അതായത് 59, 00, 5900 എന്ന നമ്പറിൽ എത്ര ഘടകം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഘടകമുള്ളൂ. അത് ഏത് പ്രൈം നമ്പർ എടുത്താലും 00 ഇട്ടിട്ട് നമ്മൾ നോക്കിയാൽ 17 മാത്രമേ വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2 അക്ക പ്രൈം നമ്പറിലൊക്കെ മിക്കപ്പോഴും വരുന്നത് 17 ആയിരിക്കും, അല്ലെങ്കിൽ 01 ആയിരിക്കും, അല്ലെങ്കിൽ 07 ആയിരിക്കും. ഓക്കെ, അങ്ങനെ മനസ്സിലായി. അതുമാത്രമല്ല, ഈ പറഞ്ഞ നമ്പറുകൾ ഇപ്പോൾ 59, 00 അല്ലെങ്കിൽ 00, 59 ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു 17 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നീട് 59, 17 കയറി വരുന്നത്. അപ്പോൾ അതിനർത്ഥം ഇതിൽ എത്ര ഘടകങ്ങളുണ്ട്? 17 ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിലൊക്കെ 17 ദിവസം കഴിഞ്ഞിട്ടാണ് മിക്കപ്പോഴും ഈ 17 അടിക്കുന്നത്. ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് കേട്ടോ, 17 ദിവസം. അതുപോലെ ചില നമ്പറുകൾ ഇപ്പോൾ 85, 00 എന്ന് വിചാരിച്ചോ. 85, 00 എന്ന് പറയുമ്പോൾ ഇതിൽ 23 ഘടകമുണ്ട്. പഠിപ്പിച്ചു കൊടുക്കുന്നത് 85, 00 ഇതിൽ 24 ഘടകം എന്നാണ് പറയുക. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 85 അടക്കം ഒരു ഘടകമാണ് ഇതിൽ. അപ്പോൾ 85 അടക്കം 24 ഘടകമുണ്ട്. പക്ഷേ നമുക്ക് 85 ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുള്ളത് കൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 23 ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ 85, 00 അടിച്ച് ഒരു 23 ദിവസം കഴിഞ്ഞിട്ടാകും, അല്ലെങ്കിൽ 23 ദിവസം അല്ലെങ്കിൽ 23 ദിവസം കഴിഞ്ഞിട്ടാകും 85, 23 അടിക്കുന്നത്, 85, 23 വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ കാണുന്ന ഏത് നമ്പറുകളും പല നമ്പറുകളിലും പല ഘടകങ്ങളാണ്. ഇപ്പോൾ 85, 00 എന്ന് അടിച്ച് കഴിഞ്ഞാൽ അത് 23 ഘടകമാണ്. അപ്പോൾ 85, 00, 58, 00 ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ 23 ദിവസം കഴിഞ്ഞിട്ടാണ് 85, 23, 85, 32 അങ്ങനെയൊക്കെ അടിച്ച് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങളാണ് ഇത് ഇത്ര ദിവസം കഴിഞ്ഞിട്ട് ആ ബ്ലോക്ക് വരുന്നത്. ഞാൻ ഏകദേശം മനസ്സിലാക്കിയൊരു കാര്യമാണ്. എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, എങ്കിലും അങ്ങനെ വരുന്നുണ്ട്. അത് നിങ്ങൾ ഒരുപാട് തവണ ഞാൻ നോക്കി വെച്ചൊരു കാര്യമാണ്. അതിപ്പോൾ 11, 00 അടിച്ചാലും 11, 17 വരണമെങ്കിൽ ഏകദേശം ഒരു 10-15 ദിവസം കഴിയണം. 17 ദിവസം കഴിഞ്ഞിട്ടാണ് 11, 17 വരുന്നത്. അതുപോലെയാണ് ഇതിൽ
ഓക്കെ. അപ്പോൾ അതുപോലെ ഓരോ നമ്പറിലും ഓരോ ഘടകങ്ങളുണ്ട്. അപ്പോൾ ആ ഘടകങ്ങൾ എത്രയാണ് അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ആ ബ്ലോക്കുകൾ അടിക്കുന്നത്. ഓക്കെ. അത് പറയാനാണ് ഞാൻ ഇത്രയും നീട്ടി കൊണ്ടുപോയത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ കാണുന്ന നമ്പറുകളിലൊക്കെ 00 വന്നു കഴിഞ്ഞാൽ എന്തായാലും 17 കയറി വരുന്നത് 10-17 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ആ 17 ദിവസത്തിന് ഇടയിൽ വരുന്ന നമ്പറാണ് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 59-00 അല്ലെങ്കിൽ 00-90 ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ വന്ന് പോകുന്ന നമ്പറാണ് 59-01 59-07 അല്ലെങ്കിൽ 59-70 അങ്ങനെയൊക്കെ ആയിട്ട് ഈ 17 ദിവസത്തിനുള്ളിൽ ഇതിനിടയിൽ ഈ 01 07 കയറി വരും. അതിനുശേഷം 59-17 വരും. ഇങ്ങനെയാണ് എല്ലാ നമ്പറുകളിലും. ഓക്കെ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി തരിക. അതിപ്പോൾ ഞാൻ ഏത് നമ്പർ എടുത്താലും ഇപ്പോൾ 23-00 അടിച്ചു കഴിഞ്ഞിട്ട് 10-17 ദിവസം കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ 00-32 32ഒക്കെ അടിച്ച് 10-17 ദിവസം കഴിഞ്ഞിട്ടാണ് 23-17 അടിച്ചത്. ഞാൻ നോക്കി, അതിനിടയിൽ 23-01 അടിച്ചു പോയി, 23-07 അടിച്ചു പോയി, അതിനുശേഷം 23-17 വന്നു. ഇങ്ങനെ തന്നെയാണ് രണ്ടൊക്കെ പ്രൈം നമ്പറുകളിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടിയിട്ടില്ല. ഇനി നെക്സ്റ്റ് ഇത് 25 പ്രൈം നമ്പറാണ്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് 75 കോമ്പോസിറ്റ് നമ്പറാണ്. ആ 75 കോമ്പോസിറ്റ് നമ്പർ നമുക്ക് നോക്കി നോക്കാം. അതാണിത്. ഈ 75 കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് തുടക്കം വരുന്നത് 4ആണ്. 4ൽ എത്ര ഘടകമുണ്ടെന്ന് വെച്ചാൽ 2 ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ കോമ ഇട്ടിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. കോമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ന് നമുക്ക് വേർതിരിച്ച്, അതായത് ഒന്ന് നമ്മളൊരു കാര്യം എഴുതി അടുത്തത് എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണല്ലോ ഒരു കോമ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു കോമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ വേറൊരു കാര്യമുണ്ട്, അതും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 4 എന്ന് പറഞ്ഞ നമ്പറിൽ 2 ഘടകമുണ്ട്. അപ്പോൾ ഒരു വേർതിരിച്ച് കാണാനാണ് കോമ ഇട്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ 4ൻ്റെ കൂടെ എപ്പോഴും 2 വരും. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കുന്നത് ഒരു പവർ നമ്പറായിട്ടാണ്. ആവശ്യമുള്ളവർക്ക് ഈ സാധനം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം. ഓക്കെ. ഇതൊരു പവർ നമ്പറും കൂടിയാണ്. എന്താ കാണിച്ചാൽ 4ൻ്റെ കൂടെ എപ്പോഴും 2 വരുന്നത് കാണാം. ഓക്കെ. 4ൻ്റെ കൂടെ എപ്പോഴും 2 വരാൻ കാരണം 4ൽ 2 ഘടകമുണ്ട്. അതുപോലെ 6ൻ്റെ കൂടെ ഒരു 3 വരുന്നത് 6ൽ 3 ഘടകങ്ങളെന്നുള്ളതാണ്. പഠിപ്പിച്ചു കൊടുക്കുന്നത് 6 അടക്കം 4 ഘടകമാണ്. ഓക്കെ. പക്ഷേ ഞാൻ 6 ഇവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് 3 എഴുതിയാൽ പോരെ. 6ൽ എത്ര ഘടകം എന്ന് ചോദിച്ചാൽ 3 എഴുതിയാൽ പോരെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ കാണുന്ന നമ്പറുകളിലൊക്കെ എത്ര ഘടകങ്ങളുണ്ടെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം തന്നെ ഈ നമ്പറിലുണ്ട്. ഇപ്പോൾ നമുക്ക് 353 കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്കൊന്ന് പറയാൻ പറ്റില്ല. 353 ഒരു നല്ല നമ്പറാണ്. എന്താ കാരണം 35 എന്ന് പറഞ്ഞ നമ്പറിൽ ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇതിൽ എത്ര ഘടകങ്ങളുണ്ട്? ഇതിൽ 3 ഘടകങ്ങളുണ്ടെന്നുള്ള ഉത്തരം അതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അതാണ് 353. ഇതുപോലെ കാണിക്കുന്ന 1 മുതൽ 100 വരെയുള്ള നമ്പറിൽ 25 പ്രൈം നമ്പർ മാറ്റി നിർത്തി ബാക്കി 75 നമ്പറിലും എത്ര ഘടകങ്ങളുണ്ടെന്ന് നോക്കി എഴുതി വെച്ചിട്ടുള്ളതാണ് ഞാനിവിടെ. മനസ്സിലായില്ലേ? ഇപ്പം ലാസ്റ്റ് 100ആണ് വരിക. അപ്പം 100ൽ എത്ര ഘടകമുണ്ട്? 8 ഘടകമുണ്ട്. അതിനൊരു ഒറ്റ അർത്ഥമാണിത്. 1008 എന്ന് പറഞ്ഞ നമ്പർ അതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 4 അക്കത്തിൽ കിട്ടിയിട്ടുള്ള ആകെയുള്ള നമ്പർ 60-11. 60ൽ 11 ഘടകമുണ്ട്, 72ൽ 11 ഘടകമുണ്ട്, 84ൽ 11 ഘടകമുണ്ട്, 90ൽ 11 ഘടകമുണ്ട്, 96ൽ 11 ഘടകമുണ്ട്. ഇങ്ങനെ ഞാൻ വേർതിരിച്ച് ഇതിൽ എഴുതി വെച്ചിട്ടുള്ള 1 2 3 4 5 6 നമ്പർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ 3 അക്ക നമ്പറുകളാണ്. അപ്പോൾ ഈ 3 അക്ക നമ്പറുകളിൽ കയറി വരുന്ന നമ്പറുകൾ മിക്കപ്പോഴും 42 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിക്കപ്പോഴും 2 പൂജ്യമാണ് കയറി വരുന്നത്. 63 എന്ന് പറഞ്ഞാൽ 2 പൂജ്യം കയറി വരും. ആ പൂജ്യം എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. 04 20 4002 2004 40 20 ഇങ്ങനെയൊക്കെ അടിച്ച് പോകുന്ന നമ്പറാണ് ഈ സാധനം. അതേപോലെ 6003 60 30 06 0 30 അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇത് 83 ഇതിലൊക്കെ 2 പൂജ്യം വരും. ഇപ്പോൾ ഇന്നലെ അടക്കം ഒരു ഉദാഹരണം ഇതല്ല, 0092 ഇങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. 0092 ഈ 92 ഒരു പവർ നമ്പർ, അതായത് 9ൽ 2 ഘടകമുള്ളതുകൊണ്ടാണ് ഈ 9 2 എപ്പോഴും നിൽക്കുന്നത്. ഇതിൻ്റെ ഇവിടെ മിക്കപ്പോഴും ഒരു 2 പൂജ്യം. ഓക്കെ. 2 പൂജ്യം വന്നത് 4 സംഖ്യയില്ല. അപ്പോൾ 0092 എന്നല്ല അടിച്ചില്ല. ഇതേപോലെ ഈ നമ്പർ ഒരുപാട് തവണ ഇത് ഞാൻ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു 4 മാസത്തോളം ആയിട്ടുണ്ട്. ഞാൻ 4-5 മാസങ്ങൾക്ക് മുന്നേ ഇത് എഴുതി വെച്ചിട്ട് നോട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം എത്രയോ തവണ ഈ സാധനം ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ 2 പൂജ്യം വന്ന് അടിച്ചു പോയി. ഇതിൽ 2 പൂജ്യം വന്ന് 80 30 8003 അതുപോലെ 6003 30 60 60 30 ഇങ്ങനെയൊക്കെ അടിച്ചു പോയിട്ടുണ്ട്. 40 20 04 20 ഇങ്ങനെയൊക്കെ ഒരുപാട് തവണ അടിച്ചു പോയി. മനസ്സിലായില്ല? അപ്പോൾ ഇതിലൊക്കെ 2 പൂജ്യം കണ്ടാൽ നമുക്ക് എടുക്കാൻ പറ്റും. അതുമാത്രമല്ല പിന്നെ വരുന്നതൊക്കെ ഈ പറഞ്ഞതുപോലെ 3 അക്ക നമ്പറാണ്. ഈ 3 അക്ക നമ്പറിൽ നമുക്ക് ഈ കാണുന്നത് പോലെ ഒരു പൂജ്യം ചേർക്കുക. അപ്പോൾ 10 30 എന്താ പറയുക 0103 0301 ഇങ്ങനെയൊക്കെ കണ്ടാൽ അതിൽ നല്ല നമ്പറാണ്. അതിലൊരു അർത്ഥം എന്താ ഞാൻ പറഞ്ഞല്ലോ, 10 എന്ന് പറഞ്ഞ നമ്പറിൽ 3 ഘടകമുള്ളതുകൊണ്ട് അതിൻ്റെ ഒപ്പം 3 വരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ കാണുന്ന 3 അക്ക നമ്പറുകളിലൊക്കെ ഒരു പൂജ്യം ചേർത്ത് എടുക്കുക. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അതും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പൂജ്യം ഇപ്പോൾ 2 ദിവസം മുന്നായാലും വന്നിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം. 26 30 39 30 ഇതൊക്കെ കണ്ടിട്ടില്ല. 39 30 നമ്മൾ എഴുതിയിട്ടുള്ള നമ്പറാണ്. 39ൽ 3 ഘടകങ്ങളുണ്ട്.
അപ്പോൾ ഇതൊരു 0 കയറി വന്നിട്ടുണ്ട്. 39 30 എല്ലാ നമ്പറുകളും പിന്നെ 26 30 ഇങ്ങനെയൊക്കെ ഒരുപാട് തവണ അടിച്ച് പോയിട്ടുള്ളതാണ്. ഇത് വീണ്ടും വീണ്ടും അടിക്കുന്ന നമ്പറുകളാണ്. അപ്പോൾ ഞാനിത് ഒരുപാട് തവണ നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ച കാര്യമാണിത്. കണ്ടില്ലേ 99 50 കണ്ടില്ലേ 99 50 ഈ കാണുന്നതൊക്കെ ഇതിലുള്ളത് തന്നെയാണ് 3 നമ്പറുകൾ കണ്ടില്ലേ 9 9 5 99 50 അതുപോലെ 26 30 അടിച്ചു പോയില്ലേ 39 30 ഇങ്ങനെയൊന്നല്ല ഒരുപാട് എല്ലാ ഈ നമ്പർ അടിച്ചു പോകുന്നുണ്ട്. പിന്നെയും അടിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ 39 30 കണ്ടില്ലേ. അപ്പോൾ ഈ കോമ ഉദ്ദേശിക്കുന്നത് ഒരു 0നെ സൂചിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ ഒരു 0 കോമ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞാനായിട്ട് അത് ഇട്ടിട്ടുള്ളതാണ് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു 0 കയറി വരുന്നുണ്ട്. ഇനി അടുത്തത് 0 എപ്പോഴും എല്ലാവർക്കും 0 തന്നെ അടിക്കണമെന്നില്ല അല്ലേ. ഇപ്പോൾ 39 അല്ലെങ്കിൽ 22 37 അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചില്ലേ 69 31 നോക്കിയാൽ 69 31 നമ്മളിതിൽ എഴുതിയിട്ടുള്ള നമ്പർ എത്രയാണ് 6 9 3 അതിൽ 69 3 ഘടകമുണ്ട്. ലാസ്റ്റ് ഒരു 1 വന്ന് അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഞാൻ അടുത്തത് പറഞ്ഞുതരാൻ പോണത്. ഓക്കെ, അതായത് ഇതിൽ ഒന്നില്ലെങ്കിൽ 0 അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്പർ ഒരു വിധത്തിൽ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന നെക്സ്റ്റ് നമ്പർ നമുക്ക് ഇതിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ 3 പ്രൈം നമ്പറുകൾ. അതും കൂടി നിങ്ങൾ വേണമെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്ന് ഈ 2 നമ്പറും കൂടി ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ എന്നാലേ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് കാര്യം പറഞ്ഞുതരാം. ഇതെങ്ങനെയാണ് 69 31 അടിക്കാൻ കാരണം എന്ന് വെച്ചാൽ 69 മനസ്സിലായില്ലേ 69 പ്രൈം നമ്പർ ഏതാണെന്ന് നോക്കുക. ഇതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. പക്ഷേ ഇതിൽ തന്നെ ഇങ്ങനെ നമ്മൾ ഘടകങ്ങളൊക്കെ എഴുതി വയ്ക്കുമ്പോൾ ഒരുപാട് പ്രൈം നമ്പർ ഉണ്ട്. ആ കാണുന്നതാണ് ഈ കാണുന്നതൊക്കെ വട്ടം വരച്ചിട്ടുള്ളതല്ലേ. 383 ഒരു പ്രൈം നമ്പറാണ്. വേണ്ട 383 കാരണം ഇതൊരു 38 മാത്രമേ കോമ്പോസിറ്റ് നമ്പർ ഉള്ളൂ. 38 എത്ര ഘടകം ഉണ്ടെന്ന് എഴുതി വന്നപ്പോൾ അതൊരു പ്രൈം നമ്പറായി മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരു പവർ നമ്പർ തന്നെയാണിത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന നമ്പറുകൾ. കാരണം ഇതിൽ തന്നെ ഉത്തരവും അർത്ഥങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 69 30ൻ്റെ ബ്ലോക്ക് നമ്മൾ ഏകദേശം ഇപ്പോൾ എന്തായാലും ഒരു 0 നമ്മൾ ഓക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 69 ലാസ്റ്റ് വരുന്ന പ്രൈം നമ്പർ ഇപ്പോൾ 69 ഇതിൽ തന്നെ നോക്കിയാൽ മതി നിങ്ങൾ. ഇപ്പോൾ 69 നോക്കുമ്പോൾ കണ്ടില്ലേ അതെ 69 1 ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഈ 1 അവിടെ കൊണ്ടുപോയിട്ടാൽ മതി. ഈ 1 ഇവിടെ കൊണ്ടുവരുമ്പോൾ 69 31 അല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ പ്രൈം നമ്പർ ബ്ലോക്കിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ 69 13 മനസ്സിലായില്ലേ. ഇത്രയേ ഉള്ളൂ. 69 13 അല്ലെങ്കിൽ 69 31 ഇത് മാത്രമല്ല ഒരുപാട് തവണ നമുക്കങ്ങനെ അടിച്ചു പോയിട്ടുള്ള നമ്പറുകളാണ്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരുപാട് തവണ അങ്ങനെ അടിച്ചു പോയിട്ടുള്ള നമ്പറുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. എന്നാലും അടുത്ത നമ്പർ ഇപ്പോൾ ഇതല്ലേ 22 37 ഇതിൽ 7 വരാൻ കാരണം 22 37 വരാൻ കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ഇതുപോലെ തന്നെയാണ് ഒരുപാട് നമ്പർ ഇങ്ങനെ അടിച്ചു പോയിട്ടുള്ളതല്ലേ. 22 30ൻ്റെ ബ്ലോക്ക്. അപ്പോൾ നമ്മൾ 22 30 22 ലാസ്റ്റ് നമ്പർ നോക്കിയാൽ മതി. 22 3 22 7 22 9 ഈ 3 നമ്പറും അടിച്ചു പോയതാണ്. 22 33 അതായത് ഈ 3 കൊണ്ടുപോയിട്ട് ഇവിടെ ഇട്ടാൽ മതി. അപ്പോൾ 22 33 ഈ 7 കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടുക. അപ്പോൾ 22 37 ഈ 9 കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ 22 39. അപ്പോൾ ഈ 3 നമ്പറും അടിച്ചു പോയതാണ്. 2-4 ദിവസങ്ങളിൽ അടിച്ചു പോയ നമ്പറാണ്. 22 37 അടിച്ചിട്ടുണ്ട്, 33 അടിച്ചിട്ടുണ്ട്, 22 39 അടിച്ചിട്ടുണ്ട്. 22 33 39 2 പ്രാവശ്യം 8 മണിക്ക് 5000 അടിച്ച നമ്പർ അല്ല 5000 8 മണിക്ക് ഒരു നറുക്കെടുപ്പുണ്ട് അതിലടിച്ച് പോയതാണ്. 22 37 നമ്മളതിലടിച്ച് പോയതാണ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ശ്രദ്ധിക്കുക. ഈ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ ഒറ്റ നമ്പറാണ് അടിക്കുന്നതെങ്കിൽ ഇരട്ട നമ്പറായിരിക്കും 8 മണിക്ക് അടിക്കുക. ഓക്കെ, അതായത് ഇതിൽ 21 22 38 അങ്ങനെയുള്ള നമ്പറൊക്കെ അടിച്ചു പോയിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ കാണിച്ചില്ല ഇതിലുണ്ടായിരുന്നു. അതായത് കുറേ നോക്കണം. ഇത് കണ്ടില്ലേ 22 38 ഇതിലാണ് അടിക്കുന്നത്. ഞാൻ അത് 2-3 തവണ നോക്കി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. 22 38 അതുപോലെ 22 32 ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ ഇരട്ട നമ്പറുകളാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ 22 32 കണ്ടില്ലേ ഇതൊക്കെ 22 32 ഇരട്ട നമ്പറാണ് ലാസ്റ്റ് 2. ഇതിൽ കേരള ലോട്ടറിയിൽ ഇരട്ട നമ്പർ ലാസ്റ്റ് വരികയാണെങ്കിൽ ഒറ്റ നമ്പർ വരുന്നത് മിക്കപ്പോഴും 8 മണിക്കൊരു നറുക്കെടുപ്പുണ്ട്. അതിലാണ് 22 33 39 37 35 അങ്ങനെ ഒരു ഒറ്റ നമ്പർ അതിലടിച്ചു പോകും. മനസ്സിലായി. അപ്പോൾ ഇതിൽ ഒറ്റ നമ്പർ അടിക്കുകയാണെങ്കിൽ അതിൽ ഇരട്ട നമ്പർ അടിക്കുന്നുണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് 8 മണിക്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൽ നിന്നും ഇതിലേക്ക് നമ്പറുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഒരുപാട് നമ്പറുകൾ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ 0 നോക്കി സെലക്ട് ചെയ്യുക. ഇതിൽ 0 വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതാണ് ഈ 75 കോമ്പോസിറ്റ് നമ്പറും ഒരു പവർ നമ്പറും കൂടിയാണ്. എന്താ പറയുക 44 എന്ന് പറഞ്ഞ നമ്പറിൻ്റെ കൂടെ 5 വരുന്നതുകൊണ്ട് അതൊരു പവർ നമ്പർ തന്നെയാണ്. 44 ഏത് ലാസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ 44 50 എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 44 53 എടുക്കാം, 44 59 എടുക്കാം,
ഇങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റും. ഇതിനെല്ലാം 44 ആ ഒരു നമ്പർ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഈ 5 ഇവിടെ കൊണ്ടുവന്നിട്ടാൽ മതി. അപ്പോൾ 44 35 44 93 ഇങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കുക. ഇതാണ് ഈ പറഞ്ഞൊരു ഐഡിയ. ഇനി നമുക്കൊരു അടുത്ത ഐഡിയ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇതൊക്കെ ഒന്ന് പറയാൻ വിട്ടുപോയതാണ്. അതെ, നോക്കിയേ 06 35 63 05 ഇതൊക്കെ ഒരു 0 കയറി വന്നിട്ടുള്ള കണ്ടില്ലേ, ആ നമ്പറാണിത് കണ്ടില്ലേ. അതായത് ഇതിൽ കണ്ടില്ലേ 6305, അതെ 6305 ആ കോമയാണിത് ഈ 0 ആയിട്ട് കണക്കൂട്ടുന്നത്. അതിൽ വേണ്ട 06 35 അതിൻ്റെ ഇപ്പുറത്തൊരു 0 വന്നാലും 06 35 തന്നെയാണത്. അപ്പോൾ ഈ ഒരു നമ്പറുകളിലൊക്കെ മിക്കപ്പോഴും 0 ആണ് കണ്ടില്ലേ. ഒരു കുറച്ച് നാളത്തെ മുന്നത്തെയാണത്. ഒരുപാട് റിസൾട്ട് അങ്ങനെ അടിച്ച് റിസൾട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഒരുപാട് തവണ അടിച്ച് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്, ഒന്ന് ഒരൊറ്റ നോട്ടത്തിൽ നിങ്ങൾക്കിത് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. ആവശ്യമുള്ളൊരു ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, ഈ നമ്പറുകൾ. ഇനി അടുത്തത് വില ഇത് 369 ഒരു മെത്തേഡാണ്. 369 ഒരു മെത്തേഡിലുള്ള നമ്പറാണ് ഇത്. മൊത്തം എഴുതേണ്ടതിൽ ഞാനിപ്പോൾ ഈ വട്ടം വരച്ചിട്ടുള്ള 4 അക്കത്തിലേക്ക്, ഇതിപ്പോൾ നമുക്ക് 3 അക്കം വരെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ 4 അക്കത്തിലേക്ക് അങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി എഴുതിയപ്പോൾ ഒരുപാട് ഇങ്ങനെ എഴുതി പോകണം. അപ്പോൾ എനിക്ക് അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ ഞാൻ എഴുത്ത് നിർത്തി. കാരണം 4 അക്കത്തിൽ എഴുതിയിട്ട് കുറേ എഴുതിയിട്ട് വേണം പിന്നെ നമുക്ക് ഇതാക്കാൻ. അപ്പോൾ അത് 4 അക്കത്തിൽ കണ്ട അത്യാവശ്യം എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ 1 2 3 4 നമ്പറുകൾ അങ്ങനെ ഇതുപോലെയൊക്കെ ഇങ്ങനെ കണ്ട ഈ വട്ടം വരച്ചിട്ടുള്ള 4 നമ്പറുകൾ മാത്രമേ നമുക്ക് 4 അക്കത്തിലേക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ പിന്നെ ആ പരിപാടി നിർത്തി. ഞാൻ 3 അക്കം വരെ ഞാൻ ഏകദേശം എഴുതി വെച്ചിട്ടുണ്ട്. അത് ഫോട്ടോ എടുത്ത് വെച്ചു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 6 9 മെത്തേഡാണിത്. അതായത് മിക്ക ആൾക്കാരും 3 6 9 എടുക്കുന്ന ആൾക്കാർ അവർ കണക്ക് കൂട്ടുന്നത് ഇതുപോലെ 9 6 3 ഉള്ള നമ്പറുകൾ മാത്രമാണ്. മനസ്സിലായോ? 9 6 3 ഉള്ള നമ്പറുകൾ മാത്രം എടുത്തിട്ട് കാര്യമില്ല. അതേസമയം ഈ 9 6 3 ഒളിച്ചിരിക്കുന്ന വേറെ നമ്പറുകളുണ്ട്. ആ നമ്പറുകളാണിത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരുപാട് നമ്പറുകളുണ്ട്. ഇത് നോക്കിയേ 6 4 നോക്കിയേ 6 4 10 15 എന്ന് പറഞ്ഞാൽ 5 1 6 ഇതൊരു 6ൻ്റെ നമ്പറാണ്. മനസ്സിലായി? ഇത് ഇവിടെ നിന്ന് വരാം നമുക്ക്. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന കുറേ നമ്പറുകളാണത്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് തൊട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കുക 30 അല്ലെങ്കിൽ വേണ്ട 3 6 9 അത് കഴിഞ്ഞാൽ നോക്കിയാൽ 12 ആണ്. 12 എന്ന് പറയുമ്പോൾ 3 തന്നെയാണ്. 15 3 6 18 9 അപ്പോൾ 3 6 9 വീണ്ടും 21 24 27 കണ്ട 3 6 9 അത് ഞാൻ 30 33 36 3 6 9 39 12 ആണത് 42 6ആണത് 45 9 3 6 9 ഇങ്ങനെ 3 6 9 3 6 9 3 6 9 ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മെത്തേഡിൽ ഇങ്ങനെ പോകുന്നൊരു പരിപാടിയാണ്. 3 6 9 അതായത് 3 6 9 മാത്രം കണ്ടുകൊണ്ട് ആരും ടിക്കറ്റ് എടുക്കണ്ട. പക്ഷേ 3 6 9 ഒളിച്ചിരിക്കുന്ന നമ്പറുകളാണ് ഈ കാണുന്ന നമ്പറുകൾ. അപ്പോൾ ഈ നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഞാനത് എഴുതി വെച്ചിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഞാനതിൽ പ്രൈസ് അടിക്കുന്നുണ്ടോയെന്ന് ഇപ്പം നാളാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഒരു കുറച്ച് ദിവസം മുന്നേ അതല്ലേ ഇത് മുഴുവൻ പ്രൈസ് അടിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുള്ള നമ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ വട്ടം വരച്ചിട്ടുള്ള നമ്പറൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. 3 6 9 മാത്രമേ കിട്ടുള്ളൂ. അതുമാത്രമല്ല അതിൻ്റെ ബ്ലോക്കുകളാണെങ്കിലും നോക്കാം നമുക്ക്. 2103 ഇതിൻ്റെ അടിയിൽ വരച്ചിട്ടുള്ളത് ഇതൊക്കെ 3 6 9ൻ്റെ മെത്തേഡിൽ ലാസ്റ്റ് 6 3 9. ഇപ്പോൾ ചില ആൾക്കാർ ഞാൻ 3 എടുക്കുന്ന ആളാണ്, ചിലപ്പോൾ ഞാൻ 6 എടുക്കുന്ന ആളാണ്, ചിലപ്പോൾ ഞാൻ 9 എടുക്കുന്ന ആളാന്ന് പറയും. അങ്ങനെ 6 3 9 എടുക്കേണ്ട നമ്പറുകൾ മിക്കപ്പോഴും ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് 9 അടിച്ചിട്ടുള്ളത്. ഇതൊന്ന് കൂട്ടി വയ്ക്കുക. 9 7 9 9 18 8 9 9ൻ്റെ നമ്പറിലാണ് ലാസ്റ്റ് 9 വന്നിട്ടുള്ളത്. മനസ്സിലായില്ലേ? 9ൻ്റെ നമ്പറിലാണ് ലാസ്റ്റ് 9 വന്നിട്ടുള്ളത്. ഇത് നോക്കി 30 99 9 3 12 3ൻ്റെ നമ്പർ 3 6 9 അല്ലേ. അപ്പോൾ ആ 3 6 9ൻ്റെ നമ്പറുകളാണെങ്കിൽ മിക്കപ്പോഴും അതിൽ ലാസ്റ്റ് നമ്പർ 9 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 6 വേണ്ട 9 6 ഈ വട്ടം വരച്ചിട്ടുള്ളതിലൊക്കെ 3 6 9ൻ്റെ നമ്പറുകൾ തന്നെയാണ്. അതിൽ തന്നെയാണ് 3 6 9 കയറിടിക്കുക. 33 66 66 66 ഇതൊക്കെ കൂട്ടുമ്പോൾ 3 6 18 8 9 9ൻ്റെ നമ്പറിലല്ലേ ലാസ്റ്റ് 6 വന്ന്. അപ്പം 3 6 9 ലാസ്റ്റ് എടുക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. മിക്കപ്പോഴും അത് 3 6 9 കൂട്ടിയാൽ കിട്ടുന്ന നമ്പറുകളിലായിരിക്കും മിക്കപ്പോഴും. അതങ്ങനെ വട്ടം വരച്ചിട്ടുള്ള നമ്പറാണ് ഞാനത് മുഴുവൻ. അതിലൊക്കെ ലാസ്റ്റ് 6 9 6 9 3 ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. കണ്ടില്ലേ? ഇതൊക്കെ 3 6 9ൻ്റെ നമ്പറുകളാണ്. അതുമാത്രമല്ല അതിൻ്റെ ബ്ലോക്കിൽ അടിക്കുന്നുണ്ട്. അതിൻ്റെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ 3 2 5 5 1 6ആണത്. അത് ഒരു 6ൻ്റെ നമ്പറാണ്. ഇതാണല്ലേ 12 0 4 2 1 3 3ൻ്റെ നമ്പറാണ്. അതുപോലെ ഇതൊക്കെ നോക്കാം നമുക്ക്. 0 3 0 ആയാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 10 30 0 3 0 1 അങ്ങനെയൊക്കെ പറഞ്ഞില്ല. ആ നമ്പർ തന്നെ 3ൻ്റെ നമ്പറാണിത്. അപ്പോൾ അങ്ങനെ
ഏത് വേണമെങ്കിലും നിങ്ങൾ നോക്കിക്കോ. അതെ 5 6 6 12 12 3ൻ്റെ നമ്പറാണിത്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ആ ബ്ലോക്ക് കണ്ടാൽ തന്നെ നമുക്ക് അത് ഈ 3 നമ്പറും കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് 3 6 9 അവസാനിക്കുന്ന നമ്പറാണെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഏകദേശം പ്രൈസിൽ ലിസ്റ്റിൽ വരാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരൊറ്റ റിസൾട്ടിൽ തന്നെ 3 6 9ൻ്റെ മെത്തേഡിലുള്ള എത്ര ബ്ലോക്കുകൾ അടിച്ചിട്ടുള്ളത് നോക്കി. ഈ അടിവരെ ഇട്ടിട്ടുള്ളതൊക്കെ ലാസ്റ്റ് നമ്പർ 6 9 ഒന്നും വരാത്തതാണ്. അടിവരെ ഇട്ടിട്ടുള്ളതടക്കം ഈ 3 6 9ൻ്റെ ബ്ലോക്കുകളാണ്. ഈ അടിവരെ ഇട്ടിട്ടുള്ള ചുവപ്പ് അടിവരെ ഇട്ടിട്ടുള്ള എല്ലാ അത് 3 6 9ൻ്റെ ബ്ലോക്കുകളാണ്. 5 3 8 8 9 8 8 9 കണ്ടില്ലേ? 9ൻ്റെ നമ്പർ 0 9 0 4 9ൻ്റെ നമ്പർ. ഇങ്ങനെ നിങ്ങൾക്ക് 9 3 6ൻ്റെ നമ്പറുകൾ ബ്ലോക്കുകൾ കണ്ടാൽ തന്നെ ഏകദേശം അതിൽ ഏകദേശം പ്രൈസ് വരുമോ പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 3 6 9 എടുക്കുന്ന ആൾക്കാരും ഇതുപോലെ ആ ബ്ലോക്കിൽ മാത്രമാണെങ്കിൽ ഇപ്പോൾ 24 0 6 24 0 9 അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാം. 24 0 3 ഇത് ലാസ്റ്റ് ഈ 0 6 3 9ൻ്റെ നമ്പറുകളിൽ മാത്രം 3 6 9 എടുക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ എടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 6 9 ഒളിച്ചിരിക്കുന്ന നമ്പറുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇതാണ് സംഭവം. അതുമാത്രമല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തെന്ന് പറയാം, ഇതന്നെ നമുക്ക് പറയാം 35 11 5 4 9 9ൻ്റെ നമ്പറാണിത് അല്ലേ? 9ൻ്റെ നമ്പറിൽ വന്നിട്ടുള്ള ലാസ്റ്റ് 1 അല്ലേ? 9 കഴിഞ്ഞാൽ നെക്സ്റ്റ് 10 11 12ൻ്റെ നമ്പർ ഏതാണോ 12ൻ്റെ നമ്പർ ആ 12ൻ്റെ നമ്പറിൽ ലാസ്റ്റ് 2 അടിക്കും, മനസ്സിലായേ? ലാസ്റ്റ് 2 അടിക്കും 12ൻ്റെ നമ്പറിൽ. നമുക്ക് നോക്കി നോക്കാം, കൂട്ടി നോക്കാം വേണമെങ്കിൽ. ഇതിലൊന്നും 2 എന്നുള്ള നമ്പറില്ല. അതിനുശേഷം അല്ലെങ്കിൽ ഇതിലൊക്കെ താഴത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ 2 എന്ന നമ്പർ നോക്കി കഴിഞ്ഞാൽ 12ൻ്റെ നമ്പറിൽ 2 ഉണ്ടാവും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 5000 തന്നെ അത് വരും. പക്ഷേ കുറച്ച് നാൾ കഴിയും, പക്ഷേ കറക്റ്റായിട്ട് 2 അടിക്കുകയും ചെയ്യും. ഇത് എത്രയാണ്? 3 3 6ൻ്റെ നമ്പറിലാണ് 2 വന്നിട്ടുള്ളത്. ഓക്കെ, 6ൻ്റെ നമ്പറിലാണ് 2 വന്നിട്ടുള്ളത്. 12ൻ്റെ നമ്പറിലും 2 വരും. ഞാനിതിന് മുന്നേ അങ്ങനെ നോക്കി വെച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് 6 6 12 2 തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ 12 3 15ൻ്റെ നമ്പറിൽ 2 വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ ലാസ്റ്റ് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ നോക്കുകയാണെങ്കിൽ ആ 2 വരുന്നതും നമ്മളെ ഈ പറഞ്ഞ 3 6 9ൻ്റെ നമ്പറുകളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു. 9 10 12 എന്താ 9 10 12ൻ്റെ നമ്പറിൽ ലാസ്റ്റ് 2 വന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റും. ഒരു നമ്പറിൽ 9ൻ്റെ നമ്പറിൽ അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 12ൻ്റെ നമ്പറിൽ 2 അടിക്കുന്നുണ്ട്. 12ൻ്റെ നമ്പറിൽ 2 അടിച്ചു കഴിഞ്ഞാൽ അടുത്തത് 15ൻ്റെ നമ്പറിൽ 3 അടിക്കും. ഇങ്ങനെ ഒരു മെത്തേഡ് ഇതിൽ കറക്റ്റായിട്ട് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ പക്ഷെ അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ ഈ കാണിച്ചിരുന്ന നമ്പറുകൾ ഏതൊക്കെയാണ് 12ൻ്റെ നമ്പർ അതിലാണ് ലാസ്റ്റ് 3 അടിക്കുക, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ 3 6 9ൻ്റെ മെത്തേഡിൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ നമ്പറും കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കാരണം ഇന്ന നമ്പറിൽ 2 അടിച്ചാൽ അടുത്തത് 3 അടിക്കുകയാണെങ്കിൽ അടുത്ത നമ്പർ ഏതാണെന്നുള്ളത് നമുക്ക് ഞാൻ കാണിച്ചിരുന്ന നമ്പർ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 4 നമ്പർ നമുക്ക് കിട്ടും അങ്ങനെ കറക്റ്റായിട്ട്. അത് ഞാൻ ഇന്നല്ല, ഒരുപാട് നാളായിട്ട് ഞാൻ ഒരു 5 6 മാസം മുന്നേ, ഇതിന് മുന്നേ ഞാൻ നിക്കോള ടെസ്ല എന്നുള്ള ആ ഒരു 3 6 9ൻ്റെ മെത്തേഡ് ഞാൻ എഴുതി വെച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് വീഡിയോസ് ഞാൻ കാണിച്ചിരുന്നു. അന്ന് തൊട്ട് ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഞാൻ ഇതിനെക്കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കി എഴുതി വെച്ചൊരു സംഭവമാണിത്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് നമ്പർ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിനി അടുത്തൊരു ഐഡിയയും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ കാണിച്ചു തരാം. സമയം ഒരുപാട് പോയി, എന്നാലും കുഴപ്പമില്ല. ഒരു ഐഡിയയും കൂടി ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൽക്കുലേറ്റർ മെത്തേഡാണത്. കാൽക്കുലേറ്റർ മെത്തേഡിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണിത്. ഈ നമ്പറുകൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യം വരും. ചിലപ്പോൾ ലോട്ടറി കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയോ ആവശ്യം വരിക. ഓക്കെ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ഒരു നമ്പറുണ്ട്, അതുപോലെ ഈ ഒരു നമ്പറുണ്ട്. ഇതൊരു കാൽക്കുലേറ്റർ മെത്തേഡിൽ എഴുതി വെച്ചിട്ടുള്ള നമ്പറാണത്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബ്ലോക്കുകളും ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കറക്റ്റായിട്ട് അടിച്ച് പോകുന്നൊരു ബ്ലോക്കാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. 12 32 അടിച്ച് കഴിഞ്ഞാൽ അടുത്ത് 45 63 അടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. 45 63 കണ്ടില്ലേ? പക്ഷേ ഇതിന് മുന്നേ 12 32 അടിച്ച് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പല രീതിയിൽ നോക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു രീതിയിൽ ആർക്കെങ്കിലും നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയാലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് ആൾക്കാർക്ക് വേണ്ടത് എന്താണ്? ഐഡിയയാണ്. അപ്പോൾ ഐഡിയ പറഞ്ഞു കൊടുക്കാനാണ് ഞാനിവിടെ ഇരിക്കുന്നത്. 12 32 ഓക്കെ, 12 32 അടിച്ചിട്ടുണ്ട്. 12 32 കഴിഞ്ഞാൽ അടുത്ത നമ്പർ, അടുത്ത ബ്ലോക്ക് ഏതാ? 45 63 ആ 45 63 നിങ്ങൾ കണ്ടാൽ തന്നെയല്ലേ? കാണിച്ചൊന്നുമില്ലേ? 45 63 ഇതുപോലെ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇത് മാത്രമല്ല, ഒരുപാട് ബ്ലോക്കുകൾ ഞാൻ അങ്ങനെ നോക്കിയിട്ടുള്ളതാണ് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വരികയാണെങ്കിൽ ഞാൻ 78 94 78 94 അടിച്ചിട്ടില്ല. 78
78 23-ാം തീയതി മുകളിലേക്ക് വെച്ചു നമ്മൾ. ഇങ്ങനെ വയ്ക്കാം. 78-91 ഉള്ളത്. 78-91 അടിച്ച് എടുക്കുന്നുണ്ട്. ഇനി 78-94 ഓരോ വരില്ല എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അപ്പോൾ ഇത് കച്ചവടക്കാർക്കൊക്കെ ഒരു ഉപകാരം വരുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ കാൽക്കുലേറ്റർ മെത്തേഡ് നമ്പറുകൾ ബ്ലോക്കുകൾ കറക്റ്റായിട്ട് ആ ബ്ലോക്കുകൾ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, 70-70ൻ്റെ ബ്ലോക്കൊക്കെ 2 വട്ടം അടിച്ച് പോയിട്ടുള്ളതാണ്. അതല്ലേ 70-78, ഇതിന് മുന്നേ 70-75 അടിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിന് ശേഷമുള്ളത് വേണമെങ്കിൽ 17-20ൻ്റെ നോക്കാം. 17-20ൻ്റെ നോക്കുകയാണെങ്കിൽ അതും അടിച്ച് പോയിട്ടുണ്ടല്ലോ. 17-28 ഇല്ലേ, 17-28. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ കറക്റ്റായിട്ട് അതൊക്കെ 5000 തന്നെ അടിക്കുന്നത്. അതുപോലെ 21-32 ഇതൊക്കെ ഒരു 21-32 നമ്മൾ അതിൽ നോക്കിയാലും ഇതിൽ നോക്കിയാലും ആ ഒരു നമ്പർ ഉണ്ടാവും. ഇതിൽ 21-30ൻ്റെ ബ്ലോക്ക് ഉണ്ടാവും. അതേണ്ടല്ലേ 21-30ൻ്റെ ബ്ലോക്ക് ഇതിലുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് 14-10ൻ്റെ ബ്ലോക്ക് ഓരോ നോക്കാം. നമുക്ക് 14-10ൻ്റെ നമ്പർ. അപ്പോൾ അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഏകദേശം ഇതിൽ നോക്കിയിട്ട് ഇന്നത് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ബ്ലോക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒന്ന് സെലക്ട് ചെയ്യുക. അത് ഒന്നാമത് അത് ഇന്ന് വന്നില്ല നാളെ വന്നില്ല എന്ന് വെച്ചാൽ അത് വെറുത്ത് പോകരുത് ആരും. ഒരു നമ്പറിലേക്ക് നമ്മൾ പരമാവധി ഫോക്കസ് ചെയ്യുക. ഒരു ബ്ലോക്കുകളിലേക്ക് ഒരു കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുക. അങ്ങനെ ഫോക്കസ് ചെയ്ത് എന്തായാലും നിങ്ങൾക്ക് അടിക്കാതിരിക്കില്ല. കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അടിച്ചാലേ നാട്ടുകാർക്ക് കിട്ടുള്ളൂ. അവർക്കും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇതൊരു കാൽക്കുലേറ്റർ മെത്തേഡാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡും കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് പറയുക, 0-2-4-6 അല്ല സോറി 0-2-4-6 3-6-9 3-6-9ൻ്റെ മെത്തേഡിൽ തന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3-6-9 ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 0-3-6-9-1-4-7-2-5-8 ഇത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ഇതൊരു കോഡാണത്. കോഡ് എന്ന് പറയുമ്പോൾ 6ൻ്റെ നമ്പർ ഏതാണ്, 3ൻ്റെ നമ്പർ ഏതാണ്, അതുപോലെ 9ൻ്റെ നമ്പർ ഏതാണെന്നുള്ളത് ഓരോ ഓപ്പോസിറ്റ് എന്ന് പറയില്ലേ, അതുപോലെ ഈ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ആവശ്യം വരും നിങ്ങൾക്ക്. അതെന്താണ് സംഭവം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോസിൽ എന്തായാലും കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താ കാരണം വെച്ചാൽ 8-2-10-15 ഇതൊരു 6ആണ്. ഓക്കെ, 7-4-11-12 ഇതൊരു 3ആണ്. ഇത് കണ്ടില്ലേ 6-3-9-18 18-8-9 ഇതൊരു 9ആണ്. അപ്പോൾ 3-6-9ൻ്റെ ഓരോ നമ്പറുകൾ എന്ന് പറയില്ലേ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞുതരാം. 0-4-96 0-4-96 എന്ന് പറയുമ്പോൾ അതിൽ നിന്നൊരു ഉദാഹരണം ഞാൻ കാണിച്ചിരുന്നത്. ഇത് നോക്കിക്കോട്ടെ. അതെനിക്ക് ഇപ്പോഴത്തെ അല്ല, അത് 22-ാം തീയതിയാണ്. ഇതിപ്പോൾ 28-ാം തീയതി എങ്കിലും അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. 3-2-5 5-4-9 9-9-18 ഇങ്ങനെ 18 വന്നു കഴിഞ്ഞാൽ ആ സാധനം അറിയാലോ നിങ്ങൾക്ക്. 8-9ൻ്റെ നമ്പറാണ്. 9ൻ്റെ നമ്പറാണെങ്കിൽ അവിടെ അടുത്ത നെക്സ്റ്റ് എടുക്കുന്ന നമ്പർ ഏതാണ്, 0-4-96-93-90 ഒക്കെ നമുക്ക് ചാൻസ് ഉള്ള നമ്പറാണ്. അടിച്ചിട്ടുള്ള നമ്പർ എത്രയാണ്, 0-4-96 തന്നെയാണ്. മനസ്സിലായില്ല? അപ്പോൾ ഇങ്ങനെ ടിക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു നമ്പർ ലാസ്റ്റ് നമ്പർ ഏതാണ് വരേണ്ടതെന്ന് മനസ്സിലാവും. നമുക്ക് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റും. 0-4-96 അടിച്ചിട്ടുള്ളതാണ്. ഇതിന് മുന്നേ അടിച്ചിട്ടുണ്ട്, വീണ്ടും അടിച്ചിട്ടുണ്ട്. ഇനി 0-4-99-93 ഇതിലടിക്കാൻ സാധ്യതയുള്ള നമ്പർ തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9-18 3 കൂട്ടി വയ്ക്കുക 18 19 20 21 3ൻ്റെ നമ്പർ തന്നെയാണത്. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 6 കൂട്ടിയാലും 18 കഴിഞ്ഞാൽ 19 20 21 22 23 24 4ൻ്റെ 6ൻ്റെ നമ്പറാണ്. അപ്പോൾ ഇവിടെ 6 3 9 ഒക്കെ തന്നെയാണ് ഇവിടെ ചാൻസ് നമ്പറുള്ളത് 0. മനസ്സിലായി? അതേസമയം ഇത് മൊത്തം കൂട്ടുമ്പോൾ 3-2-5 5-4-9 ഇവിടെ ഒരു 9 അല്ല, ഇവിടെ ഒരു 9 അല്ലാന്ന് വിചാരിച്ചോ. 9 കഴിഞ്ഞാൽ 10 വിചാരിച്ചോ. ഇവിടെ ഒരു 1 വിചാരിച്ചോ നിങ്ങൾ. ഇവിടെ ഒരു 1 വന്നു. ഒരു മിനിറ്റ്. ഇവിടെ ഒരു 1 ഈ 9ൻ്റെ പകരം ഇവിടെ ഒരു 1 ആണെങ്കിൽ നമുക്കൊന്നും കൂടി നോക്കി നോക്കാം. 3-2-5 5-4-9 9 10 10 കഴിഞ്ഞാൽ 11 12 വരുന്നത്. 3ൻ്റെ നമ്പറിലേക്ക് എത്രയാണ് വരുന്നത്, 12 ആവണമെന്നുണ്ടെങ്കിൽ 2 അവിടെ വരുന്നത് അല്ലേ, 2. അപ്പോൾ 2ൻ്റെ നമ്പർ ഏതാണെന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ അറിയാൻ പറ്റും. കണ്ടാ 2 കഴിഞ്ഞാൽ 5 8. അപ്പോൾ ഇവിടെ 1 വരുന്നതെങ്കിൽ 0-4-12 0-4-15 കണ്ടാ 0-4-12 0-4-15 0-4-18 2-5-8 ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ മിക്കപ്പോഴും ഇങ്ങനെ നമുക്ക് ചാൻസ് നോക്കാൻ പറ്റും. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ നമുക്ക് ഈ ഒരു നമ്പർ വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് നമ്പർ ഏതാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ കാര്യം നിങ്ങളത് ഓർമ്മയിൽ വെച്ചോ, ആവശ്യം വരും. പിന്നെ ഇതിൻ്റെ മെത്തേഡ് കറക്റ്റായിട്ട് ഞാൻ ഒന്നുകൂടി അടുത്ത വീഡിയോസിൽ പറഞ്ഞുതരാം. ഇപ്പോൾ തന്നെ അത്യാവശ്യം സമയമായി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഇനി എന്താ പറയുക, ഈ പ്രൈം നമ്പർ ചെക്ക് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും കൂടിയിട്ട് എന്താ പറയുക
പറയാണ് ഞാൻ. പ്ലേ സ്റ്റോറിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, പ്രൈം നമ്പർ ചെക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ പ്രൈം നമ്പർ ഏതാണ്, കോമ്പോസിറ്റ് നമ്പർ ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും നമുക്ക്. ഓക്കെ, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്പറുകൾ കണ്ടറിഞ്ഞ് ടിക്കറ്റ് എടുക്കുക. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.